ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് 2025 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. എന്തൊക്കെയാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് ഈ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ പോസിറ്റീവായിട്ടിരിക്കുക. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സോ നല്ലൊരു വർഷം തന്നെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. നമ്മൾക്ക് നോക്കാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. വേൾഡ് കാർഡ്, 3 ഓഫ് സോഡ്സ്, 8 ഓഫ് പെൻഡിക്കിൾ, കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് പെൻഡിക്കിൾ, 8 ഓഫ് സോഡ്സ്, എംബ്രർ, ഹെർമിറ്റ്, 2 ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 4 ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അത് ജോലിപരമായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് എന്ന രീതിയിലായിക്കോട്ടെ, കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു ട്രിപ്പായിക്കോട്ടെ, അത് പോകാൻ സാധിക്കും. ഒരു അമ്പലമോ പള്ളിയോ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവർക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് 2025 വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, കുറേ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, കുറേ നാളായിട്ട് മേ ബി എബ്രോഡ് എവിടെയെങ്കിലും ജോലിപരമായി ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളവർക്കോ, ഞാൻ പറഞ്ഞതുപോലെ സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് പോകാൻ സാധിക്കുന്നതും ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതാണ് എന്നതും കാണിക്കുന്നുണ്ട്. ആ ഒരു ഫസ്റ്റിലത്തെ കാർഡ് തന്നെ കാണുമ്പോൾ എന്തുമാത്രം പോസിറ്റിവിറ്റിയാണല്ലേ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയായി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളെ ആരെങ്കിലും കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കാം. റിലേഷൻഷിപ്പിലിരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലിയിലെ ആരെങ്കിലും ആയിരിക്കാം. സോ അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞൊരു യാത്ര നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതേപോലെ അടുത്തതായിട്ട് നമ്മൾക്ക് 3 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്. മേ ബി 2024 നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ്, ഭയങ്കര ഒരു റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, സെപ്പറേഷൻ, ജോലി നഷ്ടമായൊരു സിറ്റുവേഷൻ, ജോലിയിലൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥ, കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. 3 ഓഫ് സോഡ്സ് മീൻസ് ടാരോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ഒരു എന്താ പറയുക, മനസ്സിന് ഭയങ്കര ഒരു മുറിവേറ്റപ്പെട്ടൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുക കുറേ മാസമായിട്ട്. ഓക്കെ, സോ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്നതാണ് കാണിക്കുന്നത്. സ്ട്രോങ്ലി യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക, പ്രാർത്ഥിക്കുക, മാനിഫേസ്റ്റ് ചെയ്യുക. ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ 2025 ഉണ്ടാകും എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് മാറണമെന്ന് വിചാരിച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാനും സാധിക്കണം. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. എന്ത് കാര്യമാണോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. ഓക്കെ, പലരെയും മേ ബി ഒരു റിലേഷൻഷിപ്പൊക്കെ ആവാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ്. സോ 3 ഓഫ് സോഡ്സിൽ നമ്മൾക്ക് അങ്ങനെയും പറയാം. സോ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വിട്ടേക്കുക. മേ ബി അതായിരിക്കില്ല നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ, അതായിരിക്കണമെന്നില്ല. സോ അത് വിട്ടേക്കുക. നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്ക് വേണ്ട എന്നൊരു സിറ്റുവേഷനിലേക്ക് വരിക. സോ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. ഇവിടെ ഒരേ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇത് ശരിയാകുമോ, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കുമോ എന്നൊരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റിയാൽ തന്നെ പല ഇഷ്യൂസും സോൾവ്
സോൾവ് ആകും എന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യമായിക്കോട്ടെ, ഇതെനിക്ക് ഓക്കെ ആയിരിക്കുമോ, ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുമോ, അതെനിക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അത് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ 8 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊരു സ്റ്റെബിലിറ്റിക്ക് തടസ്സം വരുത്തും. ഓക്കെ, അതൊന്ന് മാറ്റിയാൽ മാത്രം മതി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എന്തെങ്കിലും കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. 4 മാസത്തിൽ തന്നെ നിങ്ങളുടെ ഇഷ്യൂസൊക്കെ ഓൾമോസ്റ്റ് സോൾവ് ആകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. സോ ഡേ ബൈ ഡേ നിങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. 4 മന്ത്സ് നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ വർഷം നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം, വേറൊരു ജോലി നോക്കണം, പുതിയൊരു ജോലി നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. ഒരു പുതിയ തുടക്കം തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, ജോലിയിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈം തന്നെയാണ്. ഈ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ മാറ്റം, വേറൊരു ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരിക്കും അല്ലേ. സോ അതിനുശേഷം നിങ്ങൾ നല്ലൊരു ജോലിയിലേക്കായിരിക്കും പ്രവേശിക്കാൻ പോകുന്നതും അതിൽ നിങ്ങൾക്ക് ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതുമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അത് നല്ലതാണ്. അങ്ങനെ ഒരു മാറ്റം, ജോലിയിലൊരു മാറ്റം നിങ്ങൾക്ക് നല്ലതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മുൻ ജന്മവുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം പാസ്റ്റ് ലൈഫ് കർമ്മയുമായിട്ടൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം റിലേഷൻഷിപ്പിലും ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫുമായിട്ട് ബേസ് ചെയ്തിട്ട് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് നാൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മേ ബി ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. എല്ലാവരുടെയും കേസിലല്ല, ചിലരൊക്കെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നത് തന്നെയാണ് കാണിക്കുന്നത്. അല്ലാത്തവർക്ക് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണ്, പാസ്റ്റ് ലൈഫ് കർമ്മയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നത് മാത്രമാണ്. സോ നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് മന്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, അങ്ങനെയൊന്നും വേണ്ട. ഒരു ചെറിയൊരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ സാധിക്കണം. ഡേ ബൈ ഡേ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകണം. ഒരു ഡയറി അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഓരോ മാസം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ആഴ്ചയോ ഓരോ മാസമോ നടന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. സോ അത് നമ്മൾക്കൊരു മോട്ടിവേഷൻ പോലെ ഓരോ മാസം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഷ്യൂ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ ഡൗൺ ആക്കുമ്പോൾ ഇതെടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സമാധാനം കിട്ടും. നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് ചെയ്ത് തീർക്കണമെന്നും തോന്നും. ഓക്കെ, സോ ഒരു മോട്ടിവേഷൻ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, സന്തോഷം തരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്യാം. അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു സന്തോഷമായിരിക്കും. ബുക്ക് വായിക്കുന്നതും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യുന്നതും, അമ്പലത്തിലോ പള്ളിയിലോ മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും, പുതുതായി ഓരോ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവർക്കും കൂടി ഇഷ്ടപ്പെടണം. സോ തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ട് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലേ. സോ അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും, എത്ര ബിസി ആയിക്കോട്ടെ, കുറച്ച് സമയമെങ്കിലും അതിനും കൂടി വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മളെ പോസിറ്റീവാക്കി വെക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കിയെല്ലാം തനിയെ നമ്മളടുത്തേക്ക് അട്രാക്റ്റ് ആയിക്കോളും. നമ്മൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ആകും എന്നതാണ്. സോ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. ഓഫ് കോഴ്സ് ഇവിടെ 2024 നിങ്ങൾക്ക് ഒരുപാട് പാസ്റ്റ് ലൈഫ് ട്രോമ കാര്യങ്ങളെല്ലാം തന്നെ, ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, സെപ്പറേഷൻ ആൻഡ് ജോലിയിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ക്യാഷ് വൈസ് ഒരു ഇഷ്യൂസും കാര്യങ്ങളും അതെല്ലാം മാറിക്കിട്ടും. പ്രത്യേകിച്ചും 4 മാസത്തിൽ ക്യാഷ് വൈസ് ഇഷ്യൂസ് മാറി നിങ്ങൾ സ്റ്റേബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ, വരവിൽ കൂടുതൽ ചിലവ് എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പോഴേ അതിനനുസരിച്ച് കുറച്ചൊന്ന് സേവ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ,
$444444 ഏഞ്ചൽ നമ്പേഴ്സ് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 222222 റിലേഷൻഷിപ്പിൽ റീകൺസിലേഷൻ നടക്കുമെന്നുള്ളവർക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായി 111111. ഓക്കെ, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. ഒന്നിനെ പറ്റിയും ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുക. കുറച്ച് നേരം പ്രാർത്ഥിക്കാനായിട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടോ, എത്ര ബിസി ആയിക്കോട്ടെ. ഇപ്പോൾ പലരും മേ ബി ജോലി ചെയ്യുന്നത് സാലറിക്ക് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ലൈഫിലുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് കുറച്ച് നേരം ഒന്ന് സംസാരിക്കുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ. ഫാമിലിയിലും ഹെൽത്തും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ഹെൽത്ത് കുറേയും കൂടി ബെറ്റർ ആകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ 2024 ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലേ, അതെല്ലാം മറക്കുക. എന്ത് ട്രോമ ഉണ്ടെങ്കിലും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആർക്കും മാറ്റാൻ പറ്റുകയില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ. റിലേഷൻഷിപ്പ് റീഡിംഗ് ഞാൻ അടുത്ത ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക. എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ സെൻഡ് ചെയ്യാം. സോ ടേക്ക് കെയർ, ബൈ.